നമസ്കാരം. ഈ ഡ്രഗ്സ് വിൽക്കുന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ പറഞ്ഞ പോലെ ഞാൻ അയാളെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഈ ചെറിയ ലാഭത്തിന് വേണ്ടി, ചെറിയ ലാഭമല്ല വൻ ലാഭം ഉണ്ടെന്ന് തന്നെ കുടിക്കുമോ, ഈ ചെറിയ ലാഭത്തിന് വേണ്ടി വരും തലമുറകളെ നശിപ്പിക്കുന്ന ഇത്തരം പ്രവണതകൾ ഒഴിവാക്കണം. ഇപ്പൊ ഈ സമൂഹത്തിൽ ഈ സാധനം ഒരു കടയിലും കിട്ടുന്നില്ല. ഇവരെങ്ങനെ ഉപയോഗിക്കുന്നത്? ഇതല്ലേ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഏതെല്ലാം വഴികളുണ്ട്, ഏതെല്ലാം മാർഗമുണ്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ഒഴിവാക്കും. ഡ്രഗ്സ് വിറ്റിട്ടുള്ള ലാഭം വേണ്ടെന്ന് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 രൂപ സാധനം 100 രൂപയ്ക്കോ 1000 രൂപയ്ക്കോ ഇവരോട് ഇങ്ങനെ പണം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ്? ഞാൻ ഓർക്കുവാണ്, ഓരോ സ്കൂളിൽ പഠിക്കുമ്പോൾ പിഞ്ചോമകളിൽ ഓടിച്ചാടി നടക്കുന്ന ആ പിള്ളേരുടെ ഭാവി നശിപ്പിച്ചിട്ട് അവരുടെ ജീവിതം തന്നെ തകർത്തിട്ട് അവരെ ഒരു ഭ്രാന്തതയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയിട്ട് നിങ്ങൾ എന്തിനാ പണം ഉണ്ടാക്കുന്നത്? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളെ പോലെയുള്ള ഒരാൾ ഒരു ദിവസം എൻ്റെ ഹോസ്പിറ്റലിൽ വന്നു നിന്നാൽ ഈ ഡ്രഗ്സ് കഴിച്ചിട്ട് മക്കൾ നശിച്ച് മക്കൾക്ക് മെന്റൽ ഡിസോർഡർ ആയിട്ട് അവരെ കൊണ്ട് അവരുടെ അമ്മമാര് വന്ന് കരയുന്നത് ഒരു ദിവസം നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഈ സാധനം എന്ന് വിൽക്കുകയാണ്. ഒരു കാരണവശാലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മാത്രമല്ല, ഈ സമൂഹത്തിൽ ഇതെല്ലാം നിർമ്മാർജ്ജനം ചെയ്യേണ്ട, ഒഴിവാക്കേണ്ട നമ്മളെപ്പോലുള്ള ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.